ദൈവ തിരുനാമത്തിൽ ഉണ്ടായിരിക്കും. പ്പെട്ട നിന്ന് ഒരു ചെറിയ ചിന്ത പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ജീവിതത്തിൽ സന്തോഷങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും സഞ്ചരിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവം നമ്മുടെ ബലമായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ആശ്രയം. വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ യാക്കോബ് സന്തോഷിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 14-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്തു എന്ന് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം പ്രവർത്തിച്ചപ്പോഴാണ് യാക്കോബിന് സന്തോഷിക്കുവാൻ സാധിച്ചത്. താൻ വളരെയധികം സ്നേഹിച്ച, താൻ വളരെയധികം ലാളിച്ച തൻ്റെ പ്രിയ മകനായ യോസഫിൻ്റെ നഷ്ടം യാക്കോബിൻ്റെ ജീവിതത്തിൽ സങ്കടമുളവാക്കി. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ആ സന്ദർഭത്തിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ചെവിയിൽ വരുന്ന സന്ദേശം ഇങ്ങനെയാണ്: നിന്റെ മകൻ യോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ യാക്കോബ് വീണ്ടും ചൈതന്യപ്പെട്ടു. നാളുകളായി ചൈതന്യമില്ലാതെ, സന്തോഷമില്ലാതെ, പ്രതീക്ഷകളെല്ലാം അവസാനിച്ചതായി തോന്നിയ യാക്കോബിൻ്റെ ജീവിതത്തിൽ പുതിയ വരുത്തിരിവിൻ്റെ വാർത്തയായിരുന്നു യോസഫ് ജീവിച്ചിരുന്നു എന്നുള്ളത്. യാക്കോബിനെ സന്തോഷിപ്പിച്ച ദൈവം ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷീണങ്ങളും ഭാരങ്ങളും നിമിത്തം നിങ്ങൾ ഓരോരുത്തരും തളർന്നു പോയിട്ടുണ്ട്, സന്തോഷിക്കുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങളെ തേടി ഒരു സന്തോഷത്തിൻ്റെ വാർത്ത ഈ വർഷം എത്തുക തന്നെ ചെയ്യും. ദൈവത്തിൽ സന്തോഷിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതികളെ മാറ്റുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതുവത്സരം ആഘോഷിക്കുമ്പോൾ തന്നെ അനവധി പേർ ദുഃഖത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനും പുതിയ വർഷത്തിൽ തീരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.